LDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ വരാനാണ് സാധ്യതകളുള്ളത്. UDF-ന്റെ മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത്തവണ നമ്മുടെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP അല്ലെങ്കിൽ NDA കേരളത്തിൽ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. JDS ഇപ്പോഴും ഏത് മുന്നണിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDA മുന്നണിയുടെ ഭാഗമാണ്. ഈ മാത്യു ടി തോമസ് കേരളത്തിൽ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 അപ്പം എല്ലാ പാർട്ടിക്കാർക്കും അവരവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിനെ കുറിച്ചൊരു സങ്കല്പം ഉണ്ടാവും. BJP ശശി തരൂരിനെ നിർത്താൻ പോകുന്നു എന്നൊരു അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം? എല്ലാ മുന്നണികൾക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകപ്പാടെ ഇപ്പോഴും ഒരു സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത് CPI-ന് മാത്രമേ ഉള്ളൂ. അത് പിണറായി വിജയൻ തന്നെ ആയിരിക്കും മൂന്നാമതും വരാൻ സാധ്യതയുള്ളത്. അതായത് LDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ തന്നെ വരാനാണ് സാധ്യതകളുള്ളത്. പിന്നീട് UDF-ന്റെ മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ NDA-യുടെ അതായത് BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത് മെട്രോ ശ്രീധരനായിരുന്നു. അത് മെട്രോമാൻ ശ്രീധരൻ സാറിനായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പാലക്കാട് ഓഫീസൊക്കെ എടുത്തിരുന്നു. പക്ഷേ അതിന്റെ അവസ്ഥ എന്തായി നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ടതാണ്. പക്ഷേ അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടി നിന്നു ഷാഫി പറമ്പിലുമായിട്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഏതെങ്കിലും ഇത്തവണ നമ്മുടെ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ BJP അല്ലെങ്കിൽ NDA കേരളത്തിൽ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പലരും അതിശയോക്തിയോടുകൂടിയായിരിക്കും എന്നെ നോക്കി കാണാൻ വേണ്ടി പോകുന്നത്. പലരും പറയുന്നത് നിങ്ങൾക്ക് ഈ വിവരം എവിടുന്ന് കിട്ടുന്നു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നേക്കാം. പക്ഷെ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഏതൊരു ആൾക്കും അല്ലെങ്കിൽ ഏതൊരു കൂട്ടത്തിനും ഈ കാര്യങ്ങളൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊന്ന് നോക്കുക, ദ്രൗപദി മുർമു ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ദ്രൗപദി മുർമുവിന് ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDA നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു വോട്ട് കിട്ടുന്നു. ആ വോട്ട് ആരുടേതാണ് എന്ന് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. 2-3 MLA-മാരെ ചുറ്റിപ്പറ്റി അതിന്റെ ചില സംശയങ്ങൾ ഓടി നടന്നിരുന്നു. പക്ഷെ നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് അത് സ്ഥിരീകരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുക മാത്യു ടി തോമസ് തന്നെയായിരുന്നു. തിരുവല്ലയിൽ നിന്നുള്ള MLA-യും മുൻ മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള JDS-ന്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള മാത്യു ടി തോമസിന്റെ വോട്ട് തന്നെയാണ് ദ്രൗപദി മുർമുവിന് വീണു എന്നുള്ള കാര്യത്തിൽ ഒരു ആർക്കും ഇപ്പോൾ ഒരു സംശയമില്ല എന്നെനിക്ക് തോന്നുന്നു. JDS ഇപ്പോഴും ഏത് മുന്നണിയുടെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDA മുന്നണിയുടെ ഭാഗമാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുമാരസ്വാമി അതായത് മുൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒക്കെ ആയിട്ടുള്ള കർണാടകയിൽ വളരെ ശക്തിയൊക്കെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ JDS എന്ന് പറയുന്നത്. ഈ JDS-ന്റെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകനാണ് ഈ കുമാരസ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഈ JDS ഇപ്പോൾ നിൽക്കുന്നത് NDA-യുടെ ഭാഗമായിട്ടാണ്. അത് ഇതിനു മുമ്പ് അവർക്ക് കർണാടക നിയമസഭയിൽ കോൺഗ്രസ് JDS സഖ്യമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ JDS NDA-യുടെ ഭാഗമാണ് എന്നുള്ള കാര്യം നമ്മൾ കരുതുക. അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാത്യു ടി തോമസ് കേരളത്തിൽ BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാർത്തോമ സഭയുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകളൊക്കെ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഈ BJP-യുടെ മീഡിയ സെല്ലിന്റെ കൺവീനറും കഴിഞ്ഞ തവണ അമ്പലപ്പുഴയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയൊക്കെ ആയിട്ടുള്ള ഒരു മിടുക്കരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു സ്കോളറാണ് അനൂപ് ആന്റണിയെ ഇത്തവണ BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുക എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ ആറന്മുളയിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സഭാ നേതൃത്വങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള സഭാ നേതാക്കന്മാരുമായിട്ടും ബിഷപ്പുമാരുമായിട്ടും വൈദികരൊക്കെ ആയിട്ട്. അപ്പോൾ ആറന്മുള പിടിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അനൂപ് ആന്റണി നിൽക്കുന്നത്. എന്തുകൊണ്ട് മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയെ തന്നെ കേരളത്തിൽ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ KM മാണി സാറൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് മധ്യ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KM മാണി എന്നുള്ള ഒറ്റ വാക്കിൽ നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജോസ് കെ മാണി ഉണ്ട്. ഇവരൊക്കെ ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം മാണി സാറിന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ മധ്യ കേരളത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പം മുനമ്പം വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇപ്പോൾ എന്താ പറയുക വന ഭേദഗതി ബില്ലിന്റെ കാര്യത്തിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെ ഒന്നും സ്വാധീനിക്കാനായിട്ട് BJP ശ്രമിക്കത്തില്ല. കാരണം അതിനുള്ള സാധ്യതകളും ഇല്ല എന്നാണ് നമ്മൾ കരുതാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് BJPക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ക്രിസ്ത്യൻ നേതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്യു ടി തോമസ്,
അനൂപ് ആന്റണി നേരത്തെ മുതൽ തന്നെ BJP ഫോളോ ചെയ്യുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത് സഭാ നേതൃത്വവുമായിട്ട് ചർച്ച നടക്കുന്നതിന് പുറമേ തന്നെ മറ്റേ HD ദേവഗൌഡയായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ HD ദേവഗൌഡയുമായിട്ടുള്ള നടക്കുന്ന ചർച്ചകളും മാർത്തോമ സഭയുമായിട്ട് നടക്കുന്ന ചർച്ചകളും വിജയത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, അടുത്ത പ്രാവശ്യം 2026 തെരഞ്ഞെടുപ്പിൽ ആരാണ് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്യു ടി തോമസ് ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. മാത്യു ടി തോമസ് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരുവല്ലയിൽ ജയിക്കുന്ന സാർ എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയുന്നു? അതായത് കഴിഞ്ഞ തവണ തിരുവല്ലയിൽ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റത്തില്ല, BDSന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള അക്കീരമൺ ഭട്ടതിരിപ്പാട്, അദ്ദേഹം അവിടുത്തെ ഒരു കരപ്രമാണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അദ്ദേഹം ഏകദേശം 31,000-ഓളം വോട്ടുകൾ NDA സഖ്യത്തിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് നേടിയിട്ടുണ്ട്, ഇവിടെ നിന്ന് തിരുവല്ലയിൽ നിന്ന് നേടിയിട്ടുണ്ട്. അന്ന് നേടിയിട്ടുള്ള 31,000 വോട്ടും അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തവണ മാത്യു ടി തോമസിന് കിട്ടിയിരിക്കുന്ന 62,000 വോട്ടാണ്. പിന്നെ മാത്യു ടി തോമസിന്റെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് ഈ ക്രിസ്ത്യൻ സഭകളുടെ എല്ലാം, ക്രിസ്ത്യൻ സഭകൾ എന്ന് പറഞ്ഞാൽ മാർത്തോമ സഭയുടെ സപ്പോർട്ട് കൊണ്ട് ഒരു 30,000 വോട്ടുകളും കൂടി ശേഖരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള കണക്കുകൂട്ടലുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മാർത്തോമ സഭയ്ക്ക് 30,000 വോട്ടുകൾ ശേഖരിക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങി നൽകാനുള്ള അല്ലെങ്കിൽ ഉറപ്പിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെയാലും അവിടെ JDSന്റെ സംഘടനാ സംവിധാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തിരുവല്ല നിയോജക മണ്ഡലത്തിൽ ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 25 ആളുകളിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവത്തില്ല. അതായത് ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ ആയിട്ട് JDSൽ ആകെ ഉണ്ടാവുക ഒരു 25 പേര് മാത്രമാണ്. അപ്പോഴും മാത്യു ടി തോമസിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് മാർത്തോമ സഭയാണ്. മാർത്തോമ സഭ ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാത്യു ടി തോമസിനെ സപ്പോർട്ട് ചെയ്യും. മാർത്തോമ സഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ചെയ്തു കൊടുക്കുമായിരിക്കും. കാരണം ഈ മാർത്തോമ സഭ കുറച്ച് അസ്വസ്ഥമാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറച്ചുകൂടി എന്തുകൊണ്ട് സാധൂകരിച്ച് അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JDS ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല പ്രാവശ്യമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ RJD ലയിച്ച് ഒരു കക്ഷിയാവണം. JDS എന്ന് പറയുന്നത് ഒരു NDAയുടെ ഘടകകക്ഷിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കണം. JDSനകത്ത് നിന്ന് മാറി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്യു ടി തോമസിന് യാതൊരുവിധ താല്പര്യങ്ങളുമില്ല. കാരണം അദ്ദേഹമാണ് JDSന്റെ ഇപ്പോഴത്തെ നിലവിലത്തെ സംസ്ഥാന പ്രസിഡന്റ് മുൻകൈ എടുത്ത് വേണം മറ്റൊരു പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി, കേരളം കേന്ദ്രമാക്കിക്കൊണ്ടൊരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന് അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് പല JDSന്റെ മുതിർന്ന നേതാക്കന്മാരും പറയുന്ന ഉത്തരം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്ന കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ, അതായത് ഇപ്പോൾ അടുത്ത തവണ ഏതൊക്കെയായാലും ഒന്നെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതോടൊപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇപ്പോൾ KK ശൈലജയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ അങ്ങനെ ആരെങ്കിലും ഒക്കെയാണ് അവിടെ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു 100% തോന്നുന്നു അടുത്ത തവണ 2026 തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണ്. മൂന്നാമത് ഉള്ള NDAക്ക് ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകളും അതോടൊപ്പം തന്നെ ഈ ഹൈന്ദവ വോട്ടുകളും സമാഹരിച്ചുകൊണ്ട് ഏതാനും ചില സീറ്റുകളൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചിട്ട് മുഖ്യമന്ത്രി ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന് തിരുവല്ല വിജയിക്കാൻ സാധിക്കുകയും അനൂപ് ആന്റണിക്ക് ആറന്മുള വിജയിക്കാൻ സാധിക്കുകയും രാജീവ് ചന്ദ്രശേഖർക്ക് നേമത്ത് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നേമത്ത് അപ്പോഴൊരു പ്രശ്നം കിടക്കുന്നുണ്ട്. തിരുവനന്തപുരം ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുക, ശശി തരൂർ രാജിവെച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് മത്സരിക്കാൻ പോകുന്നത് ആരായിരിക്കും? രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നേമം, തിരുവല്ല, ആറന്മുള, അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ ചിലപ്പോൾ കായംകുളത്ത് പക്ഷേ ശോഭാ സുരേന്ദ്രനായിരിക്കും മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ആറ്റിങ്ങല്, കഴക്കൂട്ടം, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളിൽ BJPക്ക് കൃത്യമായ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് BJP സീറ്റ് നേടാൻ സാധിക്കും. മാത്യു ടി തോമസിനെ കൂടെ മുമ്പിൽ വെക്കുന്നതോടുകൂടി ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒക്കെ എത്ര പേര് വോട്ട് ചെയ്യുമെന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം. പക്ഷേ ഇവരുടെ വിലയിരുത്തൽ, BJP വിലയിരുത്തുന്ന ഒരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മാത്യു ടി തോമസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേടുക. അല്ലെങ്കിൽ എന്തുകൊണ്ട് മാത്യു ടി തോമസിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണുള്ളത്. എന്തുകൊണ്ട്
JDSന്റെ ഭാഗമായി നിൽക്കാതെ അദ്ദേഹം പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. LDF പല പ്രാവശ്യം പറഞ്ഞിട്ടും എന്തുകൊണ്ട് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്യു ടി തോമസ് തയ്യാറാകുന്നില്ല? പാർട്ടിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മാത്യു ടി തോമസിനോട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് മാത്യു ടി തോമസ് ഇതിന് തയ്യാറാവുന്നില്ല? ദ്രൗപദി മുർമുവിന് ചെയ്ത വോട്ട് നമ്മൾ നേരിട്ട് കാണാത്ത കാര്യമാണ്, അല്ലെങ്കിൽ നിയമസഭാ രേഖകളെന്നും പറയുന്നതാണ്. പക്ഷേ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും മാത്യു ടി തോമസിൽ നിന്ന് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ഒക്കെ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് മാത്യു ടി തോമസ് തന്നെയാണ് ആ വോട്ട് ദ്രൗപദി മുർമുവിന് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാർത്തോമ സഭയുടെ ഇടപെടലുകൾ, ഈ വട്ടതിരിപ്പാടിന്റെ വോട്ട് ബാങ്ക്, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും മാത്യു ടി തോമസ് ആയിരിക്കും അടുത്ത പ്രാവശ്യം കേരളത്തിൽ NDA നയിക്കാൻ പോകുന്നത്. NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു സസ്പെൻസ് കാൻഡിഡേറ്റ് ആയിട്ട് BJP അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഏതെങ്കിലും കുറേയധികം വർഷങ്ങളായിട്ട് ഒരു സോഷ്യലിസ്റ്റ് മതേതര മുഖമുണ്ടായിരുന്ന മാത്യു ടി തോമസ് BJPയുടെ ഭാഗമാകുന്നതോടുകൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം.